ഓക്കെ, നമ്മളിന്ന് ഷ്രോഡിഞ്ചർ പിക്ചറാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സിസ്റ്റം ടൈമിനനുസരിച്ച് എങ്ങനെ ഇവോൾവ് ചെയ്യുമെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ഫോർമാലിസമാണുള്ളത്. അത് ഷ്രോഡിഞ്ചർ പിക്ചർ, ഹെയ്സൻബർഗ് പിക്ചർ ആൻഡ് ഇൻ്ററാക്ഷൻ പിക്ചറാണ്. അതിൽ തന്നെ ഷ്രോഡിഞ്ചർ പിക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഷ്രോഡിഞ്ചർ പിക്ചറിൽ സ്റ്റേറ്റ് വെക്ടർ ടൈം ഡിപ്പെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു സിസ്റ്റം ടൈമിനനുസരിച്ച് എങ്ങനെ ഇവോൾവ് ചെയ്യും എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമാലിസമാണ് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഷ്രോഡിഞ്ചർ പിക്ചർ. So in Schrodinger picture, state vector psi changes with the time. State vector psi changes with time, while operator A is independent of time. The equation of motion is an equation of psi. അതായത് ഒരു ഷ്രോഡിഞ്ചർ പിക്ചറിൽ സൈ ടൈം ഡിപ്പെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻറ്റുമാണ്. അതുപോലെ തന്നെ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത് സൈ ആയതുകൊണ്ട് ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സൈയുടെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി the dynamical postulate is that psi of t at any time t can be completely determined by some psi of t0 at a given initial time t0 അതായത് നമുക്ക് t0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ടൈമിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടറാണ് സൈ ഓഫ് t0 എന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ t0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ടൈമിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് t0 നമുക്കറിയാമെങ്കിൽ, ടി എന്ന് പറയുന്ന ടൈമിൽ, ഒരു ലേറ്റർ ടൈം ടിയിലുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി നമുക്ക് കാണാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഡൈനാമിക്കൽ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. നൗ സിൻസ് സൈ ഈസ് എ വെക്ടർ ഇൻ ലീനിയർ വെക്ടർ സ്പേസ്, സൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലീനിയർ വെക്ടർ സ്പേസിലെ എലമെൻ്റ് ആയിരിക്കും. ലീനിയർ വെക്ടർ സ്പേസ്, എ ലീനിയർ ഓപ്പറേറ്റർ, നമ്മൾ ആ ലീനിയർ ഓപ്പറേറ്ററിനെ സം യു ഓഫ് ടി കോമ ടി സീറോ എന്ന് എഴുതുന്നു. എ ലീനിയർ ഓപ്പറേറ്റർ യു ഓഫ് ടി കോമ ടി സീറോ കണക്ട്സ് ദിസ് സൈ ഓഫ് ടി ആൻഡ് സൈ ഓഫ് ടി സീറോ. അതായത് അതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ, ടി സീറോ എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി സീറോയാണ്. ടി എന്ന് പറയുന്ന ഒരു ലേറ്റർ ടൈമിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി ആണ് നമ്മൾ എടുത്താൽ, ഈ സൈ ഓഫ് ടി സീറോയിൽ നിന്നും സൈ ഓഫ് ടി നമുക്ക് കാണണം. അപ്പോൾ ഈ സൈ ഓഫ് ടി സീറോയും സൈ ഓഫ് ടിയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് യു ഓഫ് ടി കോമ ടി സീറോ എന്ന് നമ്മൾ എടുക്കുന്നു. ആൻഡ് അങ്ങനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? വി ക്യാൻ റൈറ്റ് ദി സൈ ഓഫ് ടി ആസ് സം യു ഓഫ് ടി കോമ ടി സീറോ സൈ ഓഫ് ടി സീറോ എന്നെടുക്കുന്നു. അപ്പോൾ സൈ ഓഫ് ടി സീറോ അറിയാമെങ്കിൽ ഈ ലീനിയർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ സൈ ഓഫ് ടി കാണുന്നു. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ യു ഓഫ് ടി കോമ ടി സീറോ എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ നമ്മളിതിനെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. അപ്പോൾ സൈ ഓഫ് ടിയും സൈ ഓഫ് ടി സീറോയും നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ സൈ ഓഫ് ടി സീറോ എടുക്കുന്നത്. എന്താണ് സൈ ഓഫ് ടി സീറോ? ഇനീഷ്യൽ ടൈം ടി സീറോയിലുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടറാണ് സൈ ഓഫ് ടി സീറോ. നമുക്ക് ഈ സൈ ഓഫ് ടി സീറോയെ ഇസ് ഈക്വൽ ടു സം ഓവർ ഐ എ ഐ
ഫൈ ഐ ഓഫ് ടി സീറോ എന്ന് എഴുതാം. അതായത് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബേസ് വെക്റ്റേഴ്സാണ്. നമ്മളൊരു ലീനിയർ വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുന്നു. ആ ലീനിയർ വെക്റ്റർ സ്പേസിലുള്ള ഏതൊരു വെക്റ്റർ നമ്മൾ എടുത്താലും ആ വെക്റ്ററിനെ നമ്മൾ എന്തിൻ്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്യുക? അതിലെ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 3i + 4j + 5k എന്ന് എഴുതി കഴിഞ്ഞാൽ i, j ആൻഡ് k ആർ ദ ബേസ് വെക്റ്റേഴ്സ് ഓഫ് ദ 3-dimensional യൂക്ലിഡിയൻ സ്പേസ്. അപ്പോൾ നമ്മൾ ഏതൊരു വെക്റ്ററിനെയും ആ ബേസ് വെക്റ്റേഴ്സിൻ്റെ ടേംസിലാണ് എഴുതുക. ഇവിടെ നമ്മുടെ സൈ ഓഫ് ടി സീറോ എന്ന് പറയുന്ന വെക്റ്ററിനെ അവിടുത്തെ ലീനിയർ വെക്റ്റേഴ്സ് ബേസ് വെക്റ്റേഴ്സായ ഫൈ ടി സീറോയുടെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. വേർ ദി സൈ ഓഫ് ടി സീറോ ഈസ് ഈക്വൽ ടു സം ഓവർ ഐ എ ഐ ഫൈ ഐ ഓഫ് ടി സീറോ എന്ന് വെച്ചാൽ A1 φ1 ഓഫ് ടി പ്ലസ് A2 φ2 ഓഫ് ടി പ്ലസ് A3 φ3 ഓഫ് ടി അങ്ങനെയാണ് വരിക. അപ്പോൾ ലീനിയർ വെക്റ്റേഴ്സിൻ്റെ ബേസ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ലീനിയർ വെക്റ്റർ സ്പേസിലുള്ള സ്റ്റേറ്റ് വെക്റ്ററിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഇതിന് നമുക്ക് സൈ ഓഫ് ടി സീറോയെ നമുക്ക് സം ഓവർ ഐ എ ഐ ഫൈ ഐ ഓഫ് ടി സീറോ എന്ന് കൊടുക്കാമെങ്കിൽ നമ്മൾ ആദ്യം ഇക്വേഷൻ 1 എഴുതിയ സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് വരും? ഈ സൈ ഓഫ് ടി സീറോയ്ക്ക് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സൈ ഓഫ് ടി സീറോയ്ക്ക് പകരം ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ മൊത്തം ഒരു സമ്മേഷൻ ഓവർ ഐ എ ഐ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇവിടെ വരും. ഇവിടെ നമുക്ക് യു ഓഫ് ടി ടി സീറോ ഉണ്ട്, പിന്നെ ഇവിടെ ഫൈ ഐ ഓഫ് ടി സീറോ ഉണ്ട്. ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷനെ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. നൗ ഫ്രം ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ 1 അനുസരിച്ച് നമുക്കറിയാം യു ഓഫ് ടി ടി സീറോ ആക്ടിങ് ഓൺ സൈ ഓഫ് ടി സീറോ എന്ന് പറയുന്നത് സൈ ഓഫ് ടി ആണെന്നാണുള്ളത് അല്ലേ? ഫ്രം ഇക്വേഷൻ 1 എന്താ പറയുന്നത്? യു ഓഫ് ടി ടി സീറോ സൈ ഓഫ് ടി സീറോ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈ ഓഫ് ടി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് ഇതിനെന്താ സാധനം? യു ഓഫ് ടി ടി സീറോ ഫൈ ഐ ഓഫ് ടി സീറോ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? യു ഓഫ് ടി സീറോ ആക്ടിങ് ഓൺ സൈ ഓഫ് ടി സീറോ സൈ ഓഫ് ടി ആണെങ്കിൽ യു ഓഫ് ടി സീറോ ആക്ടിങ് ഓൺ ഫൈ ഐ ഓഫ് ടി സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈ ഐ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കാണുന്ന ഈ ടേമിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഇതിന് പകരം എനിക്ക് ഫൈ ഐ ഓഫ് ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും: സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സം ഓവർ ഐ എ ഐ ഇൻറ്റു ഫൈ ഐ ഓഫ് ടി എന്ന് കിട്ടും. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, വേർ നമുക്കറിയാം എന്താണ് ഫൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത്? ഫൈ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യു ഓഫ് ടി ടി സീറോ ആക്ടിങ് ഓൺ ഫൈ ഐ ഓഫ് ടി സീറോയാണ്. ഓക്കെ, നൗ നമ്മൾ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ നോട്ട്സ് തന്നിരുന്നു. അക്കോർഡിംഗ് ടു പോസ്റ്റുലേറ്റ് നമ്പർ 3 പോസ്റ്റുലേറ്റ് 3 അനുസരിച്ച് നമുക്ക് പറയാം സൈ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വെക്ടറിനെ സൈ ഈസ് ടു ബി നോർമലൈസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ഒരു സ്റ്റേറ്റ് വെക്ടറാണ് നമുക്ക് സൈ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈസ് നോർമലൈസ്ഡ് ടു യൂണിറ്റി എന്ന് വെച്ചാൽ 1 അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതായത് ഏത് ടൈം ഇൻസ്റ്റൻ്റ് എടുത്താലും ആ ടൈം ഇൻസ്റ്റൻറ്റിൽ ആ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനെ നമുക്ക് നോർമലൈസ് ചെയ്ത് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് ടി എന്ന് പറയുന്ന ടൈമിലുള്ള സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് ടി ആണെന്ന് കരുതുക. T0 എന്ന് പറയുന്ന ടൈമിലുള്ള സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് T0 എന്ന് വെച്ചാൽ ഇത് ഇനീഷ്യൽ ടൈമിലുള്ള വേവ് ഫംഗ്ഷൻ, ഇത് ഫൈനൽ ടൈമിലുള്ള വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എടുത്താലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻ്റഗ്രലിൻ്റെ ടേംസിലാണെങ്കിൽ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഡിറാക് ഫോമിലാകുമ്പോൾ അതെന്താണ്? സൈ ഓഫ് ടി അല്ലേ? ഇവിടെ സൈ ഓഫ് T0 എങ്ങനെ നോർമലൈസ് ചെയ്യുന്നത്? സൈ ഓഫ് T0 അല്ലേ? ഏത് ടൈമിൽ നമ്മൾ ഇതിനെ നോർമലൈസേഷൻ നടത്തിയാലും എന്ത് കിട്ടണം? നമുക്ക് ഈക്വൽ ടു 1 കിട്ടണം. ഫോർ ദി സൈ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ സൈ ഓഫ് T0 വിത്ത് സൈ ഓഫ് T0 എടുത്താലും 1 ആയിരിക്കും. അപ്പോൾ ഡിറാക് ഫോമിൽ നമ്മൾ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഡിറാക് നൊട്ടേഷൻ അല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ എഴുതാം. സൈ ഓഫ് ടി is equal to psi of T0
psi of t0 എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് 1 കിട്ടണം. ഓക്കെ, ലെറ്റ് ദിസ് ബി നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ 1 എന്താണ് പറയുന്നത്? വി ഹാവ് ദിസ് ഇക്വേഷൻ 1 ആസ് psi of t എന്ന് പറയുന്നത് u of t, t0 psi of t0 ആണെന്നാണ് നമ്മുടെ ഇക്വേഷൻ 1 പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഇക്വേഷൻ 3യിൽ കാണുന്ന psi of tക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 3 എന്ത് വരും? Equation 3 will become u of t, t0 acting on psi of t0, വീണ്ടും u of t, t0 psi of t0 എന്ന് വരും. This is equal to psi of t0 psi of t0 is equal to 1 നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കിടക്കുന്ന ഈ u of t, t0 ഞാൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ത് വരും? ദിസ് വിൽ ബിക്കം psi of t0, അതായത് ഇത് ഒരു ബ്രാ വെക്ടർ ആയിരുന്നു, ഇതൊരു കെറ്റ് വെക്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓപ്പറേറ്ററിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അത് അതിൻ്റെ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഈ u of t, t0 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് വരും? ദിസ് വിൽ ബിക്കം u dagger of t, t0. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു u of t, t0 ഉണ്ട്, ആക്ടിങ് ഓൺ psi of t0 is equal to psi of t0 psi of t0 is equal to 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ ഇവിടെ psi of t0, ഇവിടെ psi of t0, ഇവിടെ ഇത്രയും ടേം ഉണ്ട്, ഇവിടെ ഒരു psi of t0. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ u dagger t, t0 u of t, t0 എന്ന് പറയുന്ന ടേം എന്തായി പോകണം? ദിസ് വിൽ ബിക്കം i ആയി പോകണം, അല്ലേ? ഇവിടെ i ആയി കഴിഞ്ഞാൽ ഇത് i ആക്ടിങ് ഓൺ psi of t0 എന്ന് വെച്ചാൽ psi of t0. അപ്പോൾ ഈ രണ്ട് സൈഡും സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ടേം എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ യൂണിറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള i ആണ് എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെഴുതാം? ദിസ് u dagger t, t0 ഇൻറ്റു u of t, t0 ഈസ് ഈക്വൽ ടു i ആണ് എന്ന് നമുക്ക് കിട്ടി. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമുക്ക് u dagger u ഈക്വൽ ടു i എന്ന് കിട്ടിക്കഴിഞ്ഞാൽ u എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂണിറ്ററി ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു ഓപ്പറേറ്റർ u യൂണിറ്ററി ആവണമെന്നുണ്ടെങ്കിൽ u dagger ഈക്വൽ ടു u dagger u ഈക്വൽ ടു i ആയിരിക്കണം. ഇവിടെ നമുക്ക് u dagger ഇൻറ്റു u i ആണെന്ന് കിട്ടി. എന്തും കൂടെ നമുക്ക് കിട്ടിയാലേ u യൂണിറ്ററി ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. u daggerഉം i ആണെന്ന് കിട്ടിയാലേ യൂണിറ്ററി ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. സോ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? വി കനോട്ട് conclude from equation 4 that u is unitary. u ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കണം? we have to show that u of t, t0 into u dagger of t, t0 is equal to i ആണെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു യൂണിറ്ററി ഓപ്പറേറ്ററാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്താൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് u dagger ഈക്വൽ ടു i ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? സോ ഞാൻ ഈ u dagger ഈക്വൽ ടു i ഈ ഇക്വേഷനെ ഞാൻ 4a എന്ന് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ 4a എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ, നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റിയാൽ നമുക്ക് പറയാം u എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് പറയാം. നൗ നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് psi of t is equal to u of t, t0 acting on psi of t0 ആയിരുന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. പുട്ട് t ഈക്വൽ ടു t0 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ടിക്ക് പകരം നമ്മൾ t0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ത് വരും? psi of t0 is equal to u of t0, t0 into psi of t0. അപ്പോൾ ഇവിടെ psi of t0, ഇവിടെ psi of t0. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ u of t0, t0 എന്ന് പറയുന്നത് ഈക്വൽ ടു i ആണ് എന്ന് നമുക്ക് കിട്ടും. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5. നൗ ഇതേപോലെ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് പുട്ട് t0 ഈക്വൽ ടു t ആൻഡ് t ഈക്വൽ ടു t1 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ t0
യ്ക്ക് പകരം ടി എന്നും ടിക്ക് പകരം T1 എന്നും കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ത് വരും? സൈ ഓഫ് ടി എന്ന് പറയുന്നത് സൈ ഓഫ് T1 ഈസ് ഈക്വൽ ടു യു ഓഫ് ടിക്ക് പകരം നമ്മൾ T1 എന്ന് കൊടുത്തു. T1 T0യ്ക്ക് പകരം എന്ത് കൊടുത്തു? ടി എന്ന് കൊടുത്തു. സോ ദിസ് വിൽ ബിക്കം ഇങ്ങനെ കിട്ടും. ഓക്കെ, ഞാനിതിനെ നെക്സ്റ്റ് പേജിലേക്കൊന്ന് മാറ്റി എഴുതുന്നു. അതായത് നമുക്ക് കിട്ടിയത് ഇതാണ്. സൈ ഓഫ് T1 ഈസ് ഈക്വൽ ടു യു ഓഫ് T1 ടി ഇൻറ്റു സൈ ഓഫ് ടി എന്നാണ് കിട്ടിയത്. ഓക്കെ, നൗ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് for psi of t, substituting for psi of t from equation 1. ഇക്വേഷൻ 1ൽ നിന്നും psi of tക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇക്വേഷൻ 1 എന്താണ്? നമ്മൾ കുറേ തവണ എഴുതി. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് psi of t ഈസ് ഈക്വൽ ടു യു ഓഫ് ടി കോമ T0 psi of T0 ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കിട്ടിയ psi of T1 ഈസ് ഈക്വൽ ടു യു ഓഫ് T1 കോമ ടി, ഇവിടെ കാണുന്ന സൈ ഓഫ് ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? യു ഓഫ് ടി കോമ T0 സൈ ഓഫ് T0 എന്ന് കൊടുക്കുന്നു. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 6. നൗ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഓഫ് T1 ഈസ് ഈക്വൽ ടു യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ഇൻറ്റു സൈ ഓഫ് T0 എന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടേമിനെ നമുക്ക് സൈ ഓഫ് ഓക്കെ this can be written as psi of T1 is equal to u of T1 comma T0 into psi of T0 എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇവിടെ യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0. അപ്പോൾ ഇവിടെ ഈ രണ്ട് വേരിയബിൾ ടിയും ഇവിടുത്തെ വേരിയബിൾ ടിയും സെയിം ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ദിസ് ഫസ്റ്റ് വേരിയബിൾ T1, ദിസ് ലാസ്റ്റ് വേരിയബിൾ T0. സോ യു ഓഫ് T1 T0 ഇൻറ്റു സൈ ഓഫ് T0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ നമ്പർ 7. നൗ നമുക്ക് ഇക്വേഷൻ ഇതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ എഴുതിയത് ഇതാണ്. യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഓഫ് T1 കോമ T0 എന്നാണ് എഴുതിയത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ 6ൽ നിന്നും ഈ ഇക്വേഷൻ 7 എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മളിവിടെ, അതായത് ഈ ടേമിനെ യു ഓഫ് T1 കോമ T0 എന്ന് എഴുതി എന്നൊരു സംശയം വരാം. അതിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ ഇക്വേഷൻ നോക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? സൈ ഓഫ് T1 ഈസ് ഈക്വൽ ടു യു ഓഫ് T1 കോമ ടി ഇൻറ്റു സൈ ഓഫ് ടി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഒരു കാര്യം ചെയ്യാം. ഞാനിതിനെ ഇങ്ങനെ മാറ്റി എഴുതുന്നു. അതായത് ഒരു കൺഫ്യൂഷൻ വരണ്ട. ഈ നമുക്ക് നിലവിൽ ഇവിടെ ഇപ്പോൾ സൈ ഓഫ് T1 എന്ന് പറയുന്നത് യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ഇൻറ്റു സൈ ഓഫ് T0 ആണെന്ന് കിട്ടി. നമ്മളിവിടെ ഈ ഇക്വേഷൻ അനുസരിച്ച് സൈ ഓഫ് T1 എന്ന് പറയുന്നത് എന്താണ്? സൈ ഓഫ് T1 എന്ന് പറയുന്നത് യു ഓഫ് T1 കോമ ടി ഇൻറ്റു സൈ ഓഫ് ടി എന്നാണുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ സൈ ഓഫ് T1നെ
നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും എഴുതാം യു ഓഫ് ടി വൺ കോമ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ വേരിയബിൾ ടി ആണ്, ഈ വേരിയബിളും ടി ആണ്. ഓക്കെ, ഇതിനെ എനിക്ക് ഈ ടിക്ക് പകരം ഞാൻ ഈ എക്സ്പ്രഷനിൽ ടിക്ക് പകരം ഞാൻ T0 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എനിക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു എക്സ്പ്രഷനിൽ ത്രൂ ഔട്ട് ഞാനൊരു വേരിയബിൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമില്ല. അപ്പം ഞാൻ ആ ഇക്വേഷനിൽ ടിക്ക് പകരം T0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നമുക്കിപ്പം ഈ സൈ ഓഫ് T1 എന്തെഴുതാം? സൈ ഓഫ് T1 യു ഓഫ് T1 T0 ഇൻറ്റു സൈ ഓഫ് T0 ആണെന്ന് പറയാം. നൗ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 7. നൗ you just compare this equation 6 with equation 7. Okay, comparing equation 6 and equation 7. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമും തുല്യമാവണം. കാരണം ഇവിടെ സൈ ഓഫ് T0 ആണ്, ഇവിടെ സൈ ഓഫ് T0, ഇവിടെ സൈ ഓഫ് T1 ആണ്, ഇവിടെ സൈ ഓഫ് T1 ആണ്. സോ ദിസ് ടേം ഷുഡ് ബി ഈക്വൽ ടു ദിസ് ടേം ആയിരിക്കണം. അങ്ങനെ നമുക്ക് യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഓഫ് T1 കോമ T0 ആണെന്ന് പറയാം. ആൻഡ് ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ, ഇവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ, രണ്ട് വേരിയബിൾസ് അടുത്ത് വരുന്നു. സോ വി ക്യാൻ ഒമിറ്റ് ദീസ് വേരിയബിൾസ് ആൻഡ് റൈറ്റ് യു ഓഫ് T1 T0 എന്ന് എഴുതാം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയത്. നൗ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 8 ആണ്. അടുത്ത ചെയ്യുന്നതാണ് പുട്ട് T1 ഈക്വൽ ടു T0 ഇൻ ഇക്വേഷൻ 8. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് ഇക്വേഷൻ 8നെ ഒന്നോടെ എഴുതുന്നു. ഇക്വേഷൻ 8 എന്ന് പറയുന്നത് ഇതാണ്. യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ഈസ് ഈക്വൽ ടു യു ഓഫ് T1 കോമ T0 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 8. നമ്മളിനി എന്താണ് ചെയ്യുന്നത്? പുട്ട് T1 ഈക്വൽ ടു T0 ഇൻ ഇക്വേഷൻ 8. ഇക്വേഷൻ 8ൽ T1ന് പകരം T0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 8 എന്ത് വരും? യു ഓഫ് T0 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ഈസ് ഈക്വൽ ടു യു ഓഫ് T0 കോമ T0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കെന്തറിയാം? ഫ്രം ഇക്വേഷൻ 5 അനുസരിച്ച് യു ഓഫ് T0 കോമ T0 എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ദിസ് വിൽ ബിക്കം യു ഓഫ് T0 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ഈക്വൽ ടു ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഐ എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് യു ഓഫ് T0 ടി ഇൻറ്റു യു ഓഫ് T0 ഈക്വൽ ടു ഐ എന്ന് കിട്ടി. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 9. ഇനി ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ ദിസ് ഈസ് യു ഓഫ് ടി കോമ T0 ഇൻറ്റു യു ഓഫ് T0 കോമ ടി ഈസ് ഈക്വൽ ടു ഐ ആണെന്ന് എഴുതാം. ലെറ്റ് ദിസ് ബി 9a. 9ൻ്റെ തന്നെ നമ്മളൊരു മോഡിഫൈഡ് പാർട്ടാണ്, അതുകൊണ്ട് ഞാൻ 9a എന്ന് കൊടുക്കുന്നു. അതേപോലെ ഈ ഇക്വേഷനെ, ഇവിടെ ഇക്വേഷൻ 8 ആണ്, ഈ ഇക്വേഷനെ ഞാൻ 8a എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ 8a 9 ആൻഡ് ഇക്വേഷൻ 9a വരെ നമ്മുടെ കയ്യിലുണ്ട്. നൗ നമ്മൾ ചെയ്യുന്ന ഇതാണ്, മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ 9a ഫ്രം ദ ലെഫ്റ്റ് ബൈ യു ഓഫ് T0 ഇൻറ്റു യു ഡാഗർ T0. ഈ ടേം കൊണ്ട് ഇക്വേഷൻ 9a ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം യു ടി കോമ T0 യു ഡാഗർ T0, പിന്നെ ഈ ടേം അതുപോലെ തന്നെ എഴുതുന്നു. ദാറ്റ് ഈസ് യു ഓഫ് ടി കോമ T0 യു ഓഫ് T0 കോമ ടി. റൈറ്റ് ഹാൻഡ് സൈഡിലും വീണ്ടും ഇത് തന്നെ വരും. ദാറ്റ് ഈസ് യു ഓഫ് ടി കോമ T0 യു ഡാഗർ T0. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ യു ഓഫ് ടി കോമ T0, ഇവിടെ ഈ രണ്ട് ടേം യു ഡാഗർ T0 ഇൻറ്റു യു ഓഫ് ടി കോമ T0, യു ഡാഗർ T0 ഇൻറ്റു യു ഓഫ് ടി കോമ T0 എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ 4 അനുസരിച്ച് നമുക്ക് ഇത് എന്താണെന്നറിയാം? ഐ ആണെന്നറിയാം ഈ ടേം. അപ്പോൾ ബാക്കി വരുന്ന രണ്ട് ടേം എന്ന് പറയുന്നത് യു ഓഫ്
ടി കോമ ടി സീറോ ഫസ്റ്റ് ടേം, ലാസ്റ്റത്തെ യു ഓഫ് ടി സീറോ കോമ ടി, ഇത് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഡാഗർ ടി കോമ ടി സീറോ ആണെന്ന് കിട്ടും. now നമുക്കിവിടെ യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഓഫ് ടി സീറോ കോമ ടി, ഓക്കെ, യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഓഫ് ടി സീറോ കോമ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ 9A. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ 9A അനുസരിച്ച് ഇത് നമുക്ക് എന്താണെന്ന് എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു ഐ ആണെന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 9A എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതനുസരിച്ച് യു ഓഫ് ടി ടി സീറോ ഇൻറ്റു യു ഓഫ് ടി സീറോ ടി എന്ന് പറയുന്ന ഐ ആണ്. സോ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബിക്കം ഐ. അപ്പോൾ നമുക്ക് യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഡാഗർ ടി കോമ ടി സീറോ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, ഐ ആണെന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഡാഗർ യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഡാഗർ ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു ഐ ആണെന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 10. നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെ ആയിരുന്നു നമ്മൾ ഇക്വേഷൻ 4A എന്ന് കൊടുത്തിരുന്നത്. ഓക്കെ, ഇക്വേഷൻ 4A എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ യു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആവും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇക്വേഷൻ 4A ആൻഡ് ഇക്വേഷൻ 10 ആർ ബോത്ത് ദ സെയിം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 അനുസരിച്ച് നമുക്ക് എന്തുണ്ട്, യു ഡാഗർ ടി കോമ ടി സീറോ ഇൻറ്റു യു ഓഫ് ടി കോമ ടി സീറോ ഇസ് ഈക്വൽ ടു ഐ ആണ് നമുക്കുണ്ട് ഇക്വേഷൻ 4. അതേപോലെ ഇക്വേഷൻ 10ൽ നിന്നും യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഡാഗർ ടി കോമ ടി സീറോ ഐ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, യു ഡാഗറും യു ഡാഗർ യുവും ഐ ആണ്. ദാസ് നമുക്ക് എന്ത് പറയാം, ഇവിടെ ഈ പറഞ്ഞ ടൈം ഡെവലപ്മെൻറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള യു ഓഫ് ടി കോമ ടി സീറോ എന്ന് പറയുന്നത് ദിസ് ഈസ് എ യൂണിറ്ററി ഓപ്പറേറ്റർ. ഇതൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റർ യൂണിറ്ററി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഡാഗർ ഈക്വൽ ടു യു ഇൻവേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് യു ഡാഗർ ടി കോമ ടി സീറോ ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഓഫ് ടി കോമ ടി സീറോ ആയിരിക്കും. ആൻഡ് ലെറ്റ് ദിസ് ബി നമ്മുടെ ഇക്വേഷൻ നമ്പർ 11 എന്നെടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ 9A എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇക്വേഷൻ 9A? ഇക്വേഷൻ 9A എന്ന് പറയുന്നത് ഇതാണ്, യു ഓഫ് ടി കോമ ടി സീറോ ഇൻറ്റു യു ഓഫ് ടി സീറോ കോമ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിന്ന് യു ഓഫ് ടി സീറോ യു ഓഫ് ടി സീറോ കോമ ടി, അതായത് ഈ സൈഡ് ഞാൻ ഇതുപോലെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഈ ടേം എന്ന് വരും. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഓഫ് ടി കോമ ടി സീറോ എന്ന് വരും. അതായത് യു ഇൻവേഴ്സ് ഓഫ് ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു യു ഓഫ് ടി സീറോ കോമ ടി ആണ് നമുക്ക് കിട്ടും. ഇതിനെ ഞാൻ ഇക്വേഷൻ 12 എന്ന് വിളിക്കുന്നു. യു ഇൻവേഴ്സ് ഓഫ് ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു യു ഓഫ് ടി സീറോ കോമ ടി. ഓക്കെ, ഞാനിവിടെ അടുത്ത പേജിലേക്ക് ഇക്വേഷൻ 12നെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യു ഇൻവേഴ്സ് ഓഫ് ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു യു ഓഫ് ടി സീറോ കോമ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 12. നൗ അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് പുട്ട് ടി ഈക്വൽ ടു T1 ആൻഡ് T1 ഈക്വൽ ടു T ഇൻ ഇക്വേഷൻ 8. ഇക്വേഷൻ 8ൽ അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 8 എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ 8 ഇതായിരുന്നു. ഞാനതൊന്നുകൂടെ ഇക്വേഷൻ 8 എടുത്തെഴുതുന്നു. യു ഓഫ് T1 കോമ ടി ഇൻറ്റു യു ഓഫ് ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു യു ഓഫ് T1 കോമ ടി സീറോ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 8ലേക്ക് നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടിക്ക് പകരം T1 എന്നും T1ന് പകരം ടി എന്നുമാണ് കൊടുക്കേണ്ടത്. സോ ആദ്യത്തേത് ടി വരും. ദാറ്റ് ഈസ് യു ഓഫ് യു ഓഫ് ടി കോമ T1 ഇൻറ്റു യു ഓഫ് T1 കോമ ടി സീറോ, അതേപോലെ തന്നെ ടി സീറോ
is equal to u of t1 പകരം t, t0 അതേപോലെ തന്നെ നിൽക്കും. And let this be our equation number 13. ഇനി ഞാനിവിടെ ഈ t1 എന്നുള്ളതിന് പകരം സപ്പോസ് ലെറ്റ് ദിസ് t1 ഈസ് സം t മൈനസ് ഡെൽറ്റ ടി, where delta t is some infinitesimally small value. Okay, put t1 equal to t minus delta t in equation 13, where this delta t is some infinitesimally small time. Okay, infinitesimally small ആയിട്ടുള്ള ഒരു ടൈമാണ് ഡെൽറ്റ ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ t1 പകരം t മൈനസ് ഡെൽറ്റ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? u of t കോമ t1 പകരം t മൈനസ് ഡെൽറ്റ ടി, u of t കോമ t മൈനസ് ഡെൽറ്റ ടി ഇൻറ്റു u of t മൈനസ് ഡെൽറ്റ ടി കോമ t0 ഈസ് ഈക്വൽ ടു u of t കോമ t0 എന്ന് കിട്ടും. ആൻഡ് ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 14. നൗ ഇവിടെ ഈ യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മൾ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ പഠിച്ചതാണ്. അപ്പോൾ ഒരു യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടി ഈസ് ആൻ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ഓപ്പറേറ്റർ, ഈസ് ആൻ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ഓപ്പറേറ്റർ ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് അതായത് യു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂണിറ്ററി ഓപ്പറേറ്റർ ആണെങ്കിൽ, അതായത് യു ഓഫ് ടി കോമ t1 എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൽ നിന്നും ഒരു ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ ടൈം ഡെൽറ്റ ടി നമ്മൾ ടി മൈനസ് ഡെൽറ്റ ടി എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്ററും എന്തായിരിക്കും? ദാറ്റ്സ് അഗെയിൻ എ യൂണിറ്ററി ഓപ്പറേറ്റർ വിച്ച് വി കോൾഡ് ആസ് എൻ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടിയെ നമ്മൾ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേറ്ററിനെ യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടിയെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ദിസ് ഐ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എച്ച് ഓഫ് ടി. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എഴുതുന്നു. എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ജനറേറ്ററാണ്. ഓക്കെ, ആൻഡ് ദിസ് ഹിയർ ദിസ് എച്ച് ഓഫ് ടി വിൽ ബി എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. സോ ഹിയർ ദിസ് എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. നമ്മളൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററായിട്ട് എടുക്കുന്നു. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഐഗൺ വാല്യൂസ് റിയലാണ്. വിച്ച് ഈസ് കോൾഡ്, എച്ച് ഓഫ് ടിയെ വിളിക്കുന്ന പേര് കോൾഡ് ദ ജനറേറ്റർ ഓഫ് ദി ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ. ജനറേറ്റർ ഓഫ് ദി ഇൻഫൈനൈറ്റ്സിമൽ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ ഇത് പഠിച്ചിരുന്നു. അവിടെ ജി എന്നോ മറ്റോ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നതേ ഉള്ളൂ. അപ്പം അതേ ഫോമിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, ജനറേറ്റർ ഓഫ് ദി ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ. അപ്പോൾ ഈ ഇൻഫൈനൈറ്റ്സിമൽ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ്റെ ഒരു ജനറേറ്റർ ഓപ്പറേറ്ററാണ് ഈ പറഞ്ഞ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് എച്ച് ഓഫ് ടി ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. നൗ ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഇക്വേഷൻ നമ്പർ 15. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇക്വേഷൻ 14 നമ്മൾ പറഞ്ഞിരുന്നു. ഇക്വേഷൻ 15 നമ്മുടെ കയ്യിലുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് this equation 15 in equation 14. ഇക്വേഷൻ 15 ഇക്വേഷൻ 14ലേക്ക് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ 15 ഇക്വേഷൻ 14ലേക്ക് കൊടുക്കുമ്പോൾ അതായത് യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടിക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഐ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഈ പറഞ്ഞ എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേം യു ഓഫ് ടി കോമ ടി 0 ആണ്. അത് ഞാൻ ഈക്വൽ ടു ആ ടൈം അതേപോലെ എഴുതി. യു ഓഫ് ടി കോമ ടി മൈനസ് ഡെൽറ്റ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഐ മൈനസ് ദിസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ദിസ് ഡെൽറ്റ ടി ഇൻറ്റു ദിസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇവിടെ യു ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് യു ഓഫ് ടി കോമ ടി 0 ഈസ് ഈക്വൽ ടു, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ 2 ടേമാണുള്ളത്. ഞാൻ ഈ ഫാക്ടറിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് യു ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 മൈനസ് ഐ ബൈ എച്ച് ബാർ ഡെൽറ്റ ടി എച്ച് ഓഫ് ടി ഉണ്ട് ഇൻറ്റു എന്ത് കിട്ടും? യു ഓഫ് ദിസ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ എനിക്ക് യു ഓഫ് ടി കോമ ടി 0 മൈനസ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേമിനെ കൂടി ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. സോ യു ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ ടിയെ ഞാൻ താഴോട്ടേക്ക് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ദിസ് എച്ച് ഓഫ് ടി ഇൻറ്റു ദിസ് യു ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 എന്നിട്ട്.
ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ എക്സ്പ്രഷനിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. സപ്പോസ് രണ്ട് സൈഡിൽ ഞാൻ ലിമിറ്റിംഗ് കൊടുക്കുന്നു. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ എക്സ്പ്രഷൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 യു ഓഫ് ടി കോമ ടി 0 മൈനസ് യു ഓഫ് ടി മൈനസ് ഡെൽറ്റ ടി കോമ ടി 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എനിക്ക് ഡോ ബൈ ഡോ ടി ഓഫ് ഡിഫറൻഷ്യൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ ടി 0 എന്ന് കൊടുക്കാം ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0 ഈ എക്സ്പ്രഷൻ എന്ത് വരും, മൈനസ് ഐ ബൈ എച്ച് ബാർ, ഇവിടെ എച്ച് ഓഫ് ടി ഉണ്ട്. വെൻ ദിസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഈ ടേം യു ഓഫ് ടി കോമ ടി 0 എന്നാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ആൻഡ് ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ നമ്പർ 15a. ഓക്കെ, ഇക്വേഷൻ 15a. സോ നമ്മുടെ ഇക്വേഷൻ 15a ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ ടി 0 ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി കോമ ടി 0. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 15a നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ ഞാൻ ഈ മൈനസ് ഐ ബൈ എച്ച് ബാർ എന്നുള്ളതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇതിനെ എനിക്ക് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ ടി 0 ഈസ് ഈക്വൽ ടു സം എച്ച് ഓഫ് ടി യു ഓഫ് ടി കോമ ടി 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 16. നൗ നമ്മൾ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 16 വിത്ത് സൈ ഓഫ് ടി 0. ഞാനൊരു സൈ ഓഫ് ടി 0 എന്തായിരുന്നു, ഇനീഷ്യൽ ടൈമിൽ ടി 0 എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിലുള്ള സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വെക്ടറാണ്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ ടി 0 ഇൻറ്റു സൈ ഓഫ് ടി 0 ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി കോമ ടി 0 സൈ ഓഫ് ടി 0. രണ്ട് സൈഡിലും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം യു ഓഫ് ടി കോമ ടി 0 ഇൻറ്റു സൈ ഓഫ് ടി 0 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് സൈ ഓഫ് ടി ആണ്. സോ ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഇൻറ്റു വീണ്ടും ദിസ് ഈസ് സൈ ഓഫ് ടി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത്. ദിസ് ബി നമ്മുടെ ഇക്വേഷൻ നമ്പർ 17. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. അതായത് ടൈമിനനുസരിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദ സ്റ്റേറ്റ് വെക്റ്റർ. Equation of motion for the state vector and is known as the time dependent Schrodinger equation. നമുക്കറിയാം ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഷ്രോഡിഞ്ചർ പിക്ചറാണ്. ആ ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമ്മൾ എന്തെടുത്തു, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്റ്റർ ടൈം ഡിപ്പെൻഡൻ്റ് ആണെന്നും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്നും എടുത്തു. എന്നിട്ട് നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുകയാണ്. ആ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ടൈമിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെക്ടറിൻ്റെ ടേംസിലുള്ള ഇക്വേഷനാണ്. അല്ലേ, ഇവിടെ സ്റ്റേറ്റ് വെക്ടറാണ് വരുന്നത്. അപ്പം ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത്, ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെക്ടറിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. Now, thus the evolution in time of the state vector psi, could be viewed as the continuous unfolding of a unitary transformation. അതേപോലെ ദ ജനറേറ്റർ ഓഫ് ദ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ, നമ്മളിവിടുത്തെ ജനറേറ്റർ എന്താ, എച്ച് ഓഫ് ടി എന്ന് എടുത്ത്, ദ ജനറേറ്റർ ഓഫ് ദി യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ H of t is called the Hamiltonian of the system. ഓക്കെ, നമ്മളിവിടെ ജനറേറ്റർ ആയിട്ട് എടുത്ത എച്ച് ഓഫ് ടിയെ
നമുക്ക് എന്ത് വിളിക്കാം? ദിസ് കോൾഡ് ദ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ് എച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എച്ച് എന്തിൻ്റെ ഓപ്പറേറ്ററാണ്? എച്ച് കറസ്പോണ്ട്സ് ടു ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ്. എച്ച് കറസ്പോണ്ട്സ് ടു ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. കറസ്പോണ്ട്സ് ടു ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. നൗ ഇവിടെ നമുക്ക് കിട്ടിയ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് ഓഫ് ടി സൈ ഓഫ് ടി ആണെന്ന് കിട്ടിയത്. ഇതിനെനിക്ക് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി മൈനസ് എച്ച് ഓഫ് ടി സൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ ഞാൻ ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി സൈ ഓഫ് ടി പ്ലസ് എച്ച് ഓഫ് ടി സൈ ഓഫ് ടി ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. ഈ മൈനസ് ഐ ബൈ എച്ച് ബാർ എന്നുള്ളതിനെ ഞാൻ എച്ച് ബാർ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി പ്ലസ് ദിസ് എച്ച് ഓഫ് ടി സൈ ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെ ഞാൻ ത്രൂ ഔട്ട് ഒരു സൈ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ എക്സ്പ്രഷനെ സൈ ഓഫ് ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ 1 ബൈ സൈ ഓഫ് ടി ഡോ ബൈ ഡോ ടി ഓഫ് സൈ ഓഫ് ടി പ്ലസ് അടുത്ത ടേമിനെ സൈ ഓഫ് ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എച്ച് ഓഫ് ടി മാത്രം വരും ഈക്വൽ ടു 0. ആൻഡ് ഈ എക്സ്പ്രഷനെ ഈ ഫസ്റ്റ് ടേമിനെ എനിക്ക് ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ബാർ ഡിവൈഡഡ് ബൈ 1 ബൈ സൈ ഡോ സൈ ബൈ ഡോ ടി എന്നുള്ളത് എൽ എൻ ഓഫ് സൈ ഓഫ് ടി ലോഗരിതമായിട്ട് എഴുതാം പ്ലസ് ദിസ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. ഓർ ഇതിനെ സം ഡോ എസ് ബൈ ഡോ ടി, ഇതിനെ ഞാൻ എസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡോ എസ് ബൈ ഡോ ടി പ്ലസ് ദിസ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. വേർ ദിസ് എസ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു എൽ എൻ ഓഫ് സൈ ഓഫ് ടി. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷൻ എച്ച് പ്ലസ് ഡോ എസ് ബൈ ഡോ ടി ഈക്വൽ ടു 0 വേർ ദിസ് എസ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ ഡിവൈഡഡ് ബൈ എൽ എൻ സൈ. നമുക്കറിയാം ദിസ് ഈസ് കോൾഡ് ദ ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷനാണ്. നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിലുള്ള ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനോട് അനലോഗസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ ദ ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷൻ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് കറസ്പോണ്ട്സ് ടു ദി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന കാര്യം. സോ നമ്മളിതിൻ്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ പറയുന്ന ഇതാണ് ഹൗ വി ആർ ഗെറ്റിംഗ് ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫ്രം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷനിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പ്രൂഫാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പറയുന്ന ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന ഇക്വേഷനാണ് എന്ത്, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും തമ്മിലുള്ള ചില കണക്ഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കതേപോലെ ഒരു ചെറിയൊരു ടോപ്പിക് കൂടി, അതായത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേറ്റർ ഇൻ ഇൻ്റഗ്രൽ ഫോം. അതായത് നമുക്കിവിടെ ഇനീഷ്യൽ ടൈം T0യിലുള്ള വേവ് ഫംഗ്ഷൻ സൈ ഓഫ് T0യെയും ടി ടൈമിലുള്ള സൈ ഓഫ് ടിയും തമ്മിൽ കണക്ട് ചെയ്ത ഓപ്പറേറ്ററാണ് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ ഇൻ്റഗ്രൽ ഫോമിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഐ എച്ച് ബാർ ഡോ ബൈ ഡോ ടി ഓഫ് യു ഓഫ് ടി കോമ T0 ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി കോമ T0 ആണെന്നറിയാം. നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടിയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സൈ ഓഫ് T0യും ഇവിടെ സൈ ഓഫ് T0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് യു ഓഫ് ടി കോമ T0 ഇൻറ്റു സൈ ഓഫ് T0യെ സൈ ഓഫ് ടി എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഈ പറഞ്ഞ ഡി യു ടി കോമ T0 മാത്രം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഐ എച്ച് ബാർ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ അത് മൈനസ് ഐ ബൈ എച്ച് ബാർ എന്ന് എഴുതാം. പിന്നെ ഇവിടെ നമ്മുടെ എച്ച് ഓഫ് ടി ഉണ്ട്, യു ഓഫ് ടി കോമ T0 ഉണ്ട്, താഴെ കിടക്കുന്ന ഡി ടി റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡി ടി ആയിട്ട് വരും. അപ്പോൾ എനിക്കിതിനെ ഡി യു ടിക്ക് പകരം ഞാൻ വേറൊരു വേരിയബിൾ ടി പ്രൈം ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ ടി പ്രൈം T0 ഇസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് ബാർ, ദാറ്റ് ഈസ് എച്ച് ഓഫ് ടി പ്രൈം. ഞാനത് വേറൊരു സിമ്പൽ കൊടുത്തുള്ളൂ, കാരണം ഞാൻ ഇനീഷ്യൽ ടൈമിനെ T0 എന്നും ഫൈനൽ ടൈമിനെ ടി എന്നും എടുക്കുന്നതുകൊണ്ട് ഇത് രണ്ടും അല്ലാത്തൊരു ടേമിനെ ടി പ്രൈം എന്ന് നമ്മളിവിടെ യൂസ് ചെയ്തെന്നുള്ളൂ. സോ യു ഓഫ് ടി പ്രൈം കോമ T0 ഡി ടി പ്രൈം എന്ന് നമ്മൾ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ ഇനീഷ്യൽ ടൈം T0 ആൻഡ് ഫൈനൽ ടൈം ടി. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ
t0 to t this du of t prime t0 is equal to minus I by h ബാറിനെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ t0 to t this h of t prime into u of t prime comma t0 dt prime എന്ന് കിട്ടും. അപ്പോൾ ഈ ഡി യു ടി പ്രൈം കോമ ടി സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ടി പ്രൈം കോമ ടി സീറോ കിട്ടും. ഫ്രം എവിടം മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? ഫ്രം ടി സീറോ മുതൽ ടി വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ടി സീറോ മുതൽ ടി വരെ വേരി ചെയ്യുന്ന പറഞ്ഞാൽ അപ്പർ ലിമിറ്റ്, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ടി പ്രൈമിന് പകരം ടി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് യു ഓഫ് ടി കോമ ടി സീറോ എന്നും മൈനസ് ലോവർ ലിമിറ്റ് ടി സീറോ കൊടുക്കുമ്പോൾ യു ഓഫ് ടി സീറോ കോമ ടി സീറോ എന്നും കിട്ടും. ഇതാണ് ഈ ടേം. ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ടേം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ഐ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക യു ഓഫ് ടി കോമ ടി സീറോ മൈനസ് ദിസ് ഐ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി സീറോ ടു ടി ദിസ് എച്ച് ഓഫ് ടി പ്രൈം ഇൻറ്റു യു ഓഫ് ടി പ്രൈം കോമ ടി സീറോ ഇൻറ്റു ഡി ടി പ്രൈം എന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ലെഫ്റ്റ് സൈഡിൽ യു ഓഫ് ടി ടി സീറോ മാത്രം നിർത്തുന്നു. ഞാൻ ഐയെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ മൈനസ് ഐ എന്ന് പറയുന്നത് പ്ലസ് ഐ ആയി. പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി സീറോ ടു ടി ദിസ് എച്ച് ഓഫ് ടി പ്രൈം ഇൻറ്റു യു ഓഫ് ടി പ്രൈം കോമ ടി സീറോ ഡി ടി പ്രൈം എന്നുണ്ട്. സോ ഇതാണ് ദിസ് ഇസ് ദി ഇൻ്റഗ്രൽ ഇക്വേഷൻ. ദിസ് ഇസ് ദി ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫോർ യു. യുവിനെ, അതായത് ഈ പറഞ്ഞ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഷ്രോഡിഞ്ചർ പിക്ചറാണ്. എന്താണ് ഷ്രോഡിഞ്ചർ പിക്ചർ? ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ടൈം ഡിപ്പെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻറ്റും ആക്കി എടുത്തുകൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ ടൈം എവല്യൂഷൻ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് വിളിക്കുക. ആ ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരിക്കും. ആൻഡ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് കറസ്പോണ്ട്സ് ടു ദ ഹാമിൽട്ടൺ ജാക്കോബിയൻ ഇക്വേഷൻ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. അതേപോലെ നമ്മളവിടെ എടുക്കുന്ന ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ വിച്ച് കണക്ട്സ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി സീറോ ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഇൻ്റഗ്രൽ ഫോം ആസ് യു ഓഫ് ടി കോമ ടി സീറോ ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ബൈ എച്ച് ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ ടി സീറോ ടു ടി എച്ച് ഓഫ് ടി പ്രൈം u of t prime comma t0 dt prime. Okay, in the next class we will discuss the Heisenberg picture. Thank you.